പരിണയം. മോളെ, നീ ഇങ്ങനെ വിഷമിക്കരുത്. അച്ഛനൊന്ന് വന്നോട്ടെ. അമ്മ ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വസുതയാണെങ്കിൽ ആരോഗ്യെ ആശ്വസിപ്പിക്കുകയാണ്. വെറുതെ തലകുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പാവം പെണ്ണ്. മോളൊരു കാര്യം ചെയ്യ. ഇപ്പൊ റൂമിലേക്ക് ചെന്ന് ഒന്ന് ഫ്രഷ് ആവ്. ഈ വസ്ത്രമൊക്കെ മാറി കുറച്ചു നേരം കിടക്ക്. അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരാം. വസുത ഒരുവിധം ആരോഗ്യെ പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് വിട്ടു. ശേഷം അതീവ ദേഷ്യത്തോടെ ലിവിംഗ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരത്താണ് വാസുദേവൻ അവിടേക്ക് വന്നത്. വസുതയുടെ മുഖം ആകെ ദേഷ്യത്താൽ ചുവന്നു പോയിരുന്നു. അവരെ കണ്ട മാത്രമേ തന്നെ വാസുദേവന് തോന്നി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അയാൾ അവർക്കരികിലേക്ക് ചെന്നു. എന്താടോ, എന്താ പറ്റിയത്? നേരത്തെ ഒരു തേങ്ങലോടെ വാസുദേവന്റെ നെഞ്ചിലേക്ക് വീണു വസുത. ദേവേട്ട, അത് പിന്നെ. ശേഷം അവിടെ നടന്ന ഓരോ കാര്യങ്ങളും അയാളോട് പറഞ്ഞു വസുത. മെല്ലെ മെല്ലെ വാസുദേവന്റെ മുഖവും മാറി. ദേഷ്യത്തോടെ അർജുനോട് ചോദിക്കാൻ പോകാനിറങ്ങിയ അയാളെ വസുത അല്പം ശ്രമപ്പെട്ടാണെങ്കിലും പിടിച്ചു നിർത്തി. വേണ്ട, ഇപ്പൊ പോയി ചോദിക്കുന്നത് മര്യാദയല്ല. അവിടെ ഇത്രയും ആളും ബഹളമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ. പക്ഷെ നമ്മൾ ഇതിനൊരു തീരുമാനം കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ അർജുനാണെന്ന് അറിയാമല്ലോ. ഇന്ന് ചിലപ്പോ നമ്മൾ ചെന്ന് പറയുമ്പോൾ എല്ലാം അനുസരിച്ച് തലയാട്ടും. നാളെ ഇതിലും മോശമായ രീതിയിലായിരിക്കും അവൻ പ്രതികരിക്കുന്നത്. വസുത എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയത്താണെങ്കിലോ? ഇനി അതല്ല, ആരോഗ്യ ഒറ്റയ്ക്ക് ഓഫീസിൽ പോകുന്ന നേരത്താണെങ്കിലോ? നീ എന്താ പറഞ്ഞു വരുന്നത്? അങ്ങനല്ല ദേവേട്ട, നമുക്കിവിടുന്ന് വീട് മാറുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇവിടെ തുടരുന്നത് നന്നല്ല. എനിക്ക് യാതൊരു കാരണവശാലും എൻ്റെ മകളെയും കൊണ്ട് ഈ വീട്ടിൽ കഴിയാൻ ഇഷ്ടമില്ല. വെറുപ്പായിപ്പോയി എനിക്കെൻ്റെ ഈ തറവാടും ഇവിടെ ഉള്ളവരും ഒക്കെ. എങ്കിലൊരു കാര്യം ചെയ്യാം. താൻ പറഞ്ഞതുപോലെ നമുക്ക് വീട് മാറാം. അതുതന്നെയാണ് നല്ലത്. ഭാര്യ പറയുന്നത് കേട്ടതും വാസുദേവൻ അവർക്ക് മറുപടി കൊടുത്തു. പിന്നെ അല്പസമയത്തിന് ശേഷമാണ് വസുത ആരോഹിയുടെ മുറിയിലേക്ക് ചെന്നത്. അവർ ചെല്ലുമ്പോൾ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ് ആരോഹി. അവൾ ആ വസ്ത്രം പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. അയ്യേ, ഇതെന്ത് കിടപ്പാ! വസ്ത്രം പോലും മാറാതെയാണോ വന്ന് ബെഡിലേക്ക് കിടന്നത്? വസുത ആരോഹിയെ കളിയാക്കിക്കൊണ്ട് അവൾ കരികിലേക്കിരുന്നു. നോക്ക്, അമ്മയും അച്ഛനും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത്രയും നേരം തലയിണയിലേക്ക് മുഖം പൂട്ടി വെച്ചവൻ മെല്ലെ മുഖം ചിരിച്ച് വസുതയെ നോക്കി. എന്ത് തീരുമാനം? നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വീട് മാറാം മോളെ. അപ്പം മുത്തശ്ശനും മുത്തശ്ശി? ആരോഹി ചോദ്യഭാവത്തിൽ വസുതയെ നോക്കി. അത് കുഴപ്പമില്ല. അമ്മയോടും അച്ഛനോടും ഞാൻ കാര്യം പറഞ്ഞോളാം. പിന്നെ ഒരുപാട് ദൂരത്തേക്കൊന്നും വേണ്ട. നിന്റെ ഓഫീസിന്റെ അടുത്ത്. അതാവുമ്പോൾ നിനക്ക് പോയി വരാൻ എളുപ്പമാകൂല്ലോ. വസുത പറഞ്ഞപ്പോൾ ആരോഹി അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി യാതൊരു ശല്യവും അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നെ എപ്പോഴും കാണുമ്പോഴല്ലേ അവൻ ഇളക്കം കയറുന്നത്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ ശല്യം തീർത്തോളും. പക്ഷേ ഈ താർവാട്ടിൽ ഒരു നിമിഷം പോലും ഞാനിനി നിൽക്കില്ല മോളെ. എനിക്ക് നിന്റെ അച്ഛനും നീ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വലുത് നീയാണ്. നിന്റെ ദേഹത്തൊരു പോരൽ പോലും ഏൽക്കരുതേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് സദാ നേരമുള്ള പ്രാർത്ഥന. അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് വെറുതെ തലകുലുക്കിക്കൊണ്ട് അവൾ പിന്നെയും കട്ടിലിൽ ചടഞ്ഞുകൂടിയിരുന്നു. മോളെ, ഇനി ഇങ്ങനെ ഇരിക്കുവാണോ? അമ്മയുടെ മോള് മടിപിടിച്ച് ഇവിടെ കിടക്കാതെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി താഴേക്ക് വാ. എന്തായാലും അവിടെ നിന്നും കഴിച്ചില്ലല്ലോ. നമുക്കിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. വസുത പറഞ്ഞതും ആരോഗ്യം എഴുന്നേറ്റ്. അമ്മ താഴേക്കില്ലേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇനി ലേറ്റ് ആക്കരുത് കേട്ടോ. എപ്പോഴും എപ്പോഴും കയറി വരാന് എനിക്ക് വയ്യ കുട്ടി. വസുത മുറിവിട്ടിറങ്ങിപ്പോയി. ശേഷം ഡ്രസ്സൊക്കെ മാറി മേലും കഴുകി താഴേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയിരുന്നു. അതിൽ നിന്ന് അല്പം കഴിച്ച് കുറച്ചു സമയം അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരുന്നു. അതും കഴിഞ്ഞിട്ടവൾ ഉറക്കം വരുന്നുവെന്ന് പറഞ്ഞ് വീണ്ടും റൂമിലേക്ക് വന്നു കയറി. അധികം വൈകാതെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. അതിന്റെ എൻഗേജ്മെന്റ് ആണിന്ന്. രാവിലെ എഴുന്നേറ്റ് ആരോഗ്യ അടുക്കളയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ വസുതയും അവിടെയുണ്ട്. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? ആരോഗ്യ ചോദിച്ചു. ഇന്ന് അർജുന്റെ എൻഗേജ്മെന്റ് ആണ്. ഇന്നലെ വന്നതുപോലെയല്ല. ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാകും. എൻഗേജ്മെന്റ് അർജുൻ്റേതാണെങ്കിലും ആളുകളുടെ കണ്ണു മുഴുവനും നിന്റെ മുഖത്തായിരിക്കും. പിന്നെ ഗായത്രി അടുത്തി ആയതുകൊണ്ട് എന്തൊക്കെ കഥകളാകും ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നീ ഏറ്റവും അടിപൊളിയായിട്ട് ഒരുങ്ങി വേണം നാളെ പോകാൻ. അതായത് അർജുൻ നിന്റെ ലൈഫിൽ നിന്ന് പോയതിൽ നിനക്കൊരു തരി സങ്കടമില്ലെന്ന് കാണുന്ന ഓരോ മനുഷ്യർക്കും തോന്നണം.
ഗായത്രി പറഞ്ഞു കൊടുക്കുന്ന പൊള്ളയായ കള്ളങ്ങളൊന്നും വിശ്വസിക്കാൻ ആർക്കും തോന്നാത്ത വിധം വേണം നീ എൻഗേജ്മെന്റിന് പോകാൻ. വസുത കൃത്യമായി പറഞ്ഞപ്പോൾ ആരോഹിക്ക് കാര്യം മനസ്സിലായി. ശരിയമ്മേ. അത്രയും പറഞ്ഞ് ചായയും കുടിച്ച് അവൾ നേരെ മുകളിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം അവൾ സാരി ഉടുക്കാൻ തുടങ്ങി. ആ പീകോക്ക് ബ്ലൂ കളർ അവളുടെ വെളുപ്പ് നിറത്തിനോട് നല്ല ഇണങ്ങി നിൽക്കുന്നതായിരുന്നു. നല്ല വൃത്തിയായി ആ സാരി ഉടുത്ത് അവൾ ഒരു സൈഡ് അഴിച്ചിട്ടായിരുന്നു ഉടുത്തത്. അവൾക്ക് അങ്ങനെ ഉടുക്കാനാണ് ഏറെ ഇഷ്ടം. ശേഷം നീളൻ മുടി വിടർത്തിയിട്ട് ഇരു സൈഡിൽ നിന്നും അല്പം അല്പം എടുത്ത് നടുക്കൊരു കുഞ്ഞു ക്ലിപ്പിട്ടു. മുഖത്ത് ആവശ്യത്തിന് ചമയങ്ങളും കണ്ണു വാലിട്ട് നല്ല നീട്ടി എഴുതി. ഭംഗിയേറിയ കണ്ണുകളാണ് ആരോഗ്യയ്ക്ക്. ശേഷം ഒരു വൈറ്റ് സ്റ്റോൺ പൊട്ടും വെച്ച് നെറ്റിയിലേക്ക് കൊടുത്തു. കയ്യിലേക്ക് ഗോൾഡിന്റെ 2 വളയാണ് ഇട്ടത്. കഴുത്തിൽ ഗോൾഡിന്റെ തന്നെ ഒരു നെക്ലേസും. ശേഷം അല്പം ലിപ്സ്റ്റിക്കും. അതോടുകൂടി ആരോഗ്യയുടെ ഒരുക്കം പൂർത്തിയായി. റെഡിയായി താഴെ നിൽക്കുന്ന വസ്ത ഒരുങ്ങി ഇറങ്ങി വരുന്ന തൻ്റെ മകളെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നുപോയി. അത്രയേറെ ഭംഗിയുണ്ടായിരുന്നു ആ ആരോഗ്യയെ വേഷത്തിൽ കാണാൻ. നന്നായിട്ടുണ്ട് മോളെ. വസുത അത് പറയുന്നതോടൊപ്പം തന്നെ അവളുടെ കണ്ണിൽ നിന്നും അല്പം കരിയെടുത്ത് ചെവിയുടെ പിന്നിലേക്ക് തൊട്ടുവെച്ചു. കണ്ണ് കിട്ടാതിരിക്കട്ടെ എൻ്റെ കുട്ടിക്ക്. നമുക്കിറങ്ങിയാലോ? അച്ഛൻ പുറത്ത് വെയിറ്റിങ്ങിലാ. സമയം ഇപ്പം തന്നെ ഏകദേശം 9:30 അടുത്തിരുന്നു. 10 മണിക്കാണ് റിംഗിങ് അവർ നേരെ കാറിൽ കയറി. അല്പനേരത്തിന് ശേഷം തന്നെ അവരുടെ കാറ് എൻഗേജ്മെന്റ് നടക്കുന്ന ആ വലിയ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇരു കുടുംബത്തിന്റെയും ആഡംബരം മൊത്തത്തിൽ എടുത്തു കാണിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഓരോ വർക്കുകളും. ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തീം വന്നവരെല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കി കാണുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ അർജുനും മാൻവിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. നല്ല പരിചയമുള്ളവരൊക്കെ വന്ന് വസ്തുയോടും ആരോഗ്യയോടും സംസാരിക്കുന്നുണ്ട്. ആരോഗ്യയുടെ മുടിയായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. അവൾ കരികിലൂടെ കടന്നുപോയ ഓരോ മനുഷ്യരുടെയും ശ്രദ്ധ അവളെ തന്നെയായിരുന്നു. അത്രയേറെ സുന്ദരിയായിരുന്നു അന്നവൾ. അർജുൻ ഒരു ജോധ്പൂരി സ്യൂട്ടായിരുന്നു ധരിച്ചത്. മാൻവി ഹെവി എംബ്രോയിഡറി ചെയ്ത ഡിസൈനർ ലെഹങ്കയും പേസ്റ്റൽ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു അത്. ആ വലിയ സ്റ്റേജിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ അർജുനും മാൻവിയും ക്ഷണിക്കപ്പെട്ട അതിഥികളെ നോക്കിയിരുന്നു. സ്റ്റേജിൽ ഇരുവരുടെയും വീട്ടുകാരും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം. ഇവന്റ് മാനേജ്മെന്റ് ടീം ഓരോരുത്തർക്ക് നിർദ്ദേശങ്ങൾ നൽകി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ കൺവെൻഷൻ സെന്ററിനുള്ളിലെ ഓരോ എലിമെന്റ്സും അവരുടെ ആർഭാടം വിളിച്ചോതുന്ന രീതിയിലുള്ളതായിരുന്നു. വസുതയ്ക്കും വാസുദേവനും ഒപ്പുവയ്ക്കാൻ ആരോഗ്യ വസ്തു നിർബന്ധിച്ചെങ്കിലും ആരോഗ്യ വെറുതെ ഏറ്റവും പിന്നിലായി ചെന്ന് നിന്നതേയുള്ളൂ. മുഹൂർത്തത്തിന് സമയമായപ്പോൾ ഇരു വീട്ടുകാരും അവരവരുടെ മക്കളുടെ കയ്യിലേക്ക് റിങ്ങുകൾ എടുത്തു നൽകി. ഒരു പ്രത്യേക മ്യൂസിക്കിന്റെ അകമ്പടിയോടെയായിരുന്നു റിംഗ് എക്സ്ചേഞ്ച്. ആരോഹി മണ്ഡപത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു അവൾക്കരികിലേക്ക് സുപരിചിതമായൊരു ഗന്ധം വന്ന് ചേർന്നത്. പിന്നാലെ പരിചിതമായൊരാളും. ഒപ്പം അവൾക്ക് നേർക്ക് ഒരു വൈറ്റ് ടിഷ്യൂ നീണ്ടുവന്നു. ആരോഹി കണ്ണുകൂർപ്പിച്ച് അക്ഷിതിനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവൾ മെല്ലെ ചമ്മലോടെ ആ ടിഷ്യൂ അവന്റെ പോക്കറ്റിലേക്ക് തിരികെ. എന്താ സാറിന്റെ ഉദ്ദേശം? എൻഗേജ്മെന്റ് ഒക്കെ നടക്കുന്ന കാര്യം മറന്ന് പൂർണ്ണമായും അക്ഷിതിനെ നേർക്ക് നോക്കി മാറിന് കുറുകെ ഇരു കൈകളും പിണച്ചു വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഗൗരവത്തിൽ തന്നെയാണ് അവളുടെ ചോദ്യം. അങ്ങനെയല്ല, തനിക്കൊന്ന് പൊട്ടിക്കരണമെങ്കിൽ ആവാലോന്നോർത്തു. അക്ഷിത് അല്പം നാടകീയമായി പറഞ്ഞതും ആദ്യമായി അവന്റെ അങ്ങനെ ഒരു ഭാവം കാണുന്ന ആശ്ചര്യത്തിൽ നിന്നുപോയി ആരോഹി. സാർ അതിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആലോചനയോടെ ആരോഹി ചോദിച്ചു. അതുകൊള്ളാം, ഇൻവിറ്റേഷൻ കിട്ടിയ പിന്നെ വരണ്ടേ? അക്ഷയുടെ മറുപടിയും പിന്നാലെ വന്നു. ആര് ഇൻവൈറ്റ് ചെയ്തത്? അർജുനോ? ആരോഹിയുടെ മിഴികളിൽ അത്ഭുതം. അവനെയൊന്നും എനിക്കറിയില്ല. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ചെയർമാൻ രാമനാഥവർമ്മയുടെ ഡയറക്റ്റ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അക്ഷി സംസാരത്തിൽ അല്പം പുച്ഛം കലർത്തി പറഞ്ഞതും ആരോഗ്യയ്ക്ക് അവനോട് അർജുനെപ്പറ്റി ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നിപ്പോയി. അതിന് സാറെന്തിനാ എനിക്ക് ടിഷ്യൂ നീട്ടിയത്? അതുകൊള്ളാം, തന്റെ എക്സ് അല്ലയാ നിൽക്കുന്നത്. അർജുനെ നോക്കിയാണ് അക്ഷി പറഞ്ഞത്. എന്നും പറഞ്ഞ് ആരോഹി ചോദിച്ചു. അങ്ങനല്ല, സ്വാഭാവികമായും തനിക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ. അക്ഷിയുടെ സംസാരത്തിൽ മുഴുവനും കളിയാക്കലാണ്. അത് ആരോഹിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതേ നാണയത്തിൽ അക്ഷിക്ക് മറുപടി കൊടുക്കാനും അവൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ തന്നെ എനിക്ക് സിദ്ധാർത്ഥ് മേനോനുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ അർജുൻ? ആരോഗ്യ അത് ചോദിച്ചതും
അക്ഷിതിന്റെ മുഖം ഞൊടിയിടയിൽ ചുവന്നുപോയി. ദേഷ്യം കൊണ്ട് അവന്റെ മൂക്കിൻ തുമ്പ് വരെ വിറച്ചു. ആരോഹിക്കൊരു പ്രത്യേക കൗതുകം തോന്നി. അവനെ അത്രയും ദേഷ്യത്തിൽ അടുത്ത് കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് ഓർത്തവൾ അക്ഷിത് വാശിയോടെ ആരോഹിയുടെ തോളിൽ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. നോക്കാരോഹി, നീ എന്റെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ പേരിനൊപ്പം മറ്റൊരു പേര് മുഴുങ്ങിക്കേക്കാൻ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മിസ്സസ് അക്ഷിതിന്? അവൻ വാശിയോടെ പറഞ്ഞതും ആരോഹി ഒന്നും മിണ്ടിയില്ല. അതേസമയം റിംഗ് എക്സ്ചേഞ്ചിന് തൊട്ടു മുമ്പായി ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിയ അർജുന്റെ മിഴികൾ ഒരു വേള ചെന്നൊടുക്കിയത് ആരോഹിയിലും അവൾക്കൊപ്പം നിൽക്കുന്ന അക്ഷിതിലുമാണ്. അർജുന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മുഹൂർത്തമായിട്ട് തന്റെ വിരലിലേക്ക് മോതിരം ഇടാതെ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി മാൻവി. പെട്ടെന്ന് ഗായത്രി വന്ന് അർജുന്റെ തോളി തട്ടി. അർജുൻ, ഇതെന്ത് നോക്കി നിൽക്കുക? മാൻവിയുടെ കയ്യിലേക്ക് മോതിരം ഇട്ട് കൊടുക്ക. അവൻ ദേഷ്യത്തോടെ ആ മോതിരം അവളുടെ വിരലിലേക്ക് തള്ളിക്കയറ്റി. എന്തോ മാൻവിക്ക് വിരൽ വേദനിച്ചു. ആ സമയം ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധ പാളി സ്റ്റേജിലേക്ക് നോക്കി ആരോഗ്യ കാണുന്നത് അതീവ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അർജുനെയായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു പരിഹാസം നിറഞ്ഞ ചിരി വിടർന്നു. ആ സമയം അവളൊന്നും ചെയ്തില്ല. അക്ഷി ചേർത്ത് പിടിച്ച അവന്റെ കൈക്കുള്ളിൽ അങ്ങനെ നിന്നു. അത് അർജുന്റെ ദേഷ്യം ഇരട്ടിയാക്കി. പിന്നീട് ഓരോ നിമിഷവും അർജുന്റെ മുമ്പിൽ അക്ഷിതിനൊപ്പം തന്നെ നിന്നു ആരോഹി. അക്ഷിത് ബിസിനസ്സിലെ പരിചയക്കാരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആരോഹി അവന്റെ പിന്നാലെ തന്നെ ചെന്നു. ഇടയ്ക്കൊക്കെ അക്ഷിത് കണ്ണു ചുരുക്കി ആരോഹിയെ നോക്കുന്നുണ്ട്. പക്ഷെ അവളതൊന്നും കണ്ട ഭാവമേ ഇല്ല. പിന്നീട് വസുതയും വാസുദേവനും അടുത്തേക്ക് വന്നപ്പോൾ അവൾ അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുമായി നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായി അക്ഷിതിന്. അവൻ വളരെ കംഫർട്ടബിളായി അവർക്കൊപ്പം. ആ സമയങ്ങളിലെല്ലാം അർജുന്റെ മുഖം വലിഞ്ഞു മുറുകി തന്നെ നിന്നു. ഇടയ്ക്കെപ്പോഴോ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ അവനോട് ചിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അർജുൻ അവരോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയും കൂടി ചെയ്തതോടെ മാൻവിയുടെ കൺട്രോൾ പൂർണ്ണമായും തെറ്റി. അവൾ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് അർജുനെ നോക്കി ചോദിച്ചു, അർജുൻ, ഇപ്പം ഇതെന്താ പറ്റിയത്? നമ്മുടെ നല്ലൊരു ഡേ അല്ലേ ഇത്? ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ച് ഫ്രീ ആയിട്ട് ചിരിച്ചൂടെ? നോക്ക്, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. മാൻവി സംസാരിച്ച അതേ ടോണിൽ തന്നെ അർജുൻ്റെ സംസാരം അവളുടെ കാതിൽ പതിഞ്ഞതും അവൾ പിന്നീടൊന്നും മിണ്ടാൻ പോയില്ല. കാര്യം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും അർജുൻ്റെ ദേഷ്യം അവൾക്ക് അറിയാവുന്നതാണ്. ആരോഗ്യ അല്പം ദാഹിച്ചപ്പോൾ കുടിക്കാനുള്ള ജ്യൂസും എടുത്ത് നേരെ തിരിഞ്ഞതും അവൾക്ക് പിന്നിൽ നിന്ന അക്ഷയുടെ ദേഹത്തേക്ക് ഇടിച്ചതും ഒന്നിച്ചായിരുന്നു. അവളുടെ ഗ്ലാസ്സിൽ നിന്നും അല്പം ജ്യൂസ് അവൻ്റെ കോട്ടിലേക്ക് വീണു. പെട്ടെന്ന് ആരോഗ്യ വല്ലാതായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. സോറി സർ, ഐ എം റിയലി സോറി. അക്ഷയ് എന്തെങ്കിലും തന്നെ വഴക്ക് പറയുമോ എന്ന് കരുതി പെട്ടെന്ന് തന്നെ വല്ലാതെ ടെൻഷനായി അവൾക്ക്. ഏയ് കൂൾ ആരോഹി. അവൻ മെല്ലെ അവളുടെ ചുമലിൽ തട്ടി. അതല്പം ജ്യൂസല്ലേ, ഞാനത് വൈപ്പ് ചെയ്ത് കളഞ്ഞോളാം. പോരാത്തതിന് ആരോഗ്യക്ക് അറിയാതെ പറ്റിയതല്ലേ. അക്ഷയ് അത് പറഞ്ഞിട്ടും അനുസരിക്കാൻ കൂട്ടാക്കാതെ അവൾ അവിടെ ഇരുന്ന ടിഷ്യൂ എടുത്ത് അവൻ്റെ ഷർട്ടിൽ സ്പ്രെഡായി ജ്യൂസ് മെല്ലെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. അതേസമയം അർജുൻ്റെ മിഴികൾ വീണ്ടും ആരോഗ്യയിലുടക്കി. എന്തൊക്കെയോ കാര്യമായി പറഞ്ഞ് ചിരിച്ചും കളിച്ചും അവൻ്റെ ഡ്രസ്സിൽ പറ്റിയിരിക്കുന്നത് എന്തോ ഒന്നവൾ വൈപ്പ് ചെയ്യുന്നതായിട്ടാണ് അവന് തോന്നിയത്. അർജുൻ്റെ ദേഷ്യം അതിൻ്റെ നെറുകയിലെത്തി. അതേസമയം ആരോഹിക്ക് പെട്ടെന്നുണ്ടായ ഈ മാറ്റം എന്തുകൊണ്ടാണെന്നറിയാതെ അക്ഷിതും കുഴിഞ്ഞു. അവനവളെ കൈക്ക് പിടിച്ച് കൺവെൻഷൻ സെന്ററിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഏയ് സാർ, ഇതെവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ഒന്ന് വണ്ടി കയറി, അക്ഷയ് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ സാറ് വിളിക്കുമ്പോൾ ഒന്ന് വണ്ടി കയറാൻ ഞാനാരാ? എൻ്റെ അമ്മയൊക്കെ എന്നെ അന്വേഷിക്കും. ആരോഗ്യ അലസമായി പറഞ്ഞു. എങ്കിൽ ചെന്ന് അമ്മയോട് പറഞ്ഞിട്ട് വാ. എന്ത്? എൻ്റെ കൂടെ നീ ഒരു ഡ്രൈവിന് വരുന്നു. വേഗം പോയി അമ്മയോട് പറഞ്ഞിട്ട് വാ. അതൊന്നും അമ്മ സമ്മതിക്കില്ല. ആരോഹിക്ക് പിന്നെയും തടസ്സം. നോക്കാരോഹി, അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ ഞാൻ പോയി പറയും. ഞാൻ പോയി പറഞ്ഞാൽ പിന്നെ ഈ രീതിയിലായിരിക്കില്ല. അക്ഷിത് പറഞ്ഞതും ആരോഹി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. വസുതയുടെ ഒരിടം വരെ പോവാണെന്നും ഫംഗ്ഷൻ കഴിഞ്ഞ് അവരോട് നേരെ വീട്ടിലേക്ക് പോയിക്കോളാനും അവൾ പറഞ്ഞു. ശേഷം അക്ഷിതിൻ്റെ അടുത്തേക്ക് വന്നു. ഗെറ്റ് ഇൻ, അവൻ കാറിനുള്ളിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ആരോഗ്യം അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. വന്ന അതിഥികളോട് ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ട് നിന്ന അർജുൻ. അവൻ കാണുന്നുണ്ടായിരുന്നു അക്ഷിത് ആരോഗ്യയുടെ കയ്യിൽ
അധികാരത്തോടെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. എവിടേക്കാകും അവൾ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ അവൻ ഇറങ്ങി വന്നപ്പോൾ അവർ ഇരുവരും കാറിൽ കയറി. കാർ കാറ്റുപോലെ തന്റെ കൺമുമ്പിലൂടെ പാഞ്ഞു പോകുന്നത് അർജുൻ കണ്ടു. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അർജുനത് എവിടേക്ക് പോയതാ? അവനെ അകത്തെങ്ങും കാണാതെ മാൻവി പുറത്തേക്ക് ഇറങ്ങി വന്നു. നിന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അവനോട് തിരിച്ച് ദേഷ്യപ്പെട്ടു. അതുകൊള്ളാം, ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് അല്ലേ, നമ്മൾ ഒന്നിച്ചല്ലേ ഉണ്ടാവേണ്ടത്. കം അർജുൻ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞുകൊണ്ട് മാൻവി അവൻ്റെ ദേഷ്യം വകവയ്ക്കാതെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ കൺവെൻഷൻ സെന്ററിനുള്ളിലേക്ക് നടന്നു. അതേസമയം കാറിൽ കനത്ത നിശബ്ദതയായിരുന്നു. അക്ഷിത് ലക്ഷ്യമില്ലാതെ കാർ മുന്നോട്ട് പായിക്കുകയാണ്. ഗിയറിന്റെ പുറത്തിരുന്ന അവന്റെ കൈയുടെ മേലേക്ക് ആരോഹി കൈവച്ചു. പെട്ടെന്ന് അക്ഷിത് ഒരു ഞെട്ടലോടെ ആരോഹിയെ നോക്കി. എന്താ? ഒരു മൂളലോടെ അവൻ ചോദിച്ചു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പതിഞ്ഞ സ്വരത്തിൽ ആരോഹി ചോദിച്ചു. ഇത്ര നേരം ഇങ്ങനെ ആയിരുന്നല്ലോ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിന്റെ ഗാംഭീര്യമൊക്കെ എവിടെ പോയി? അക്ഷിത് ചോദിച്ചപ്പോൾ ആരോഹി മറുപടി പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. സാരഥ എങ്ങോട്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത്? എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അതല്ല, പല സമയം പല ക്യാരക്ടറാണല്ലോ. എന്തോ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടിന്ന് എന്നോട് അടുത്തിടപഴകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് അക്ഷിതത് പറഞ്ഞതും അബദ്ധം പണിഞ്ഞതുപോലെ ആരോഹി നാവ് കടിച്ചു. ഓ അതോ? അത് പിന്നെ നമ്മളെ ഒന്നിച്ച് കണ്ടപ്പോൾ അർജുൻ്റെ മുഖം മാറിയത് സാറ് ശ്രദ്ധിച്ചിരുന്നു? പിന്നെ എനിക്കത് നോക്കിയിരിക്കലല്ലേ പണി, അക്ഷിത് അലസമായി പറഞ്ഞു. എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. മനഃപൂർവ്വം അവന് ജലസി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ഞാനതിൽ സക്സസ് ആവുകയും ചെയ്തു. നമ്മുടെ കാറ് കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടായിരുന്നു അകത്തുനിന്ന് അർജുൻ വാല് മുറിഞ്ഞതുപോലെ ഓടി വരുന്നത്. ആരോഹി ഒരു ചിരിയോടെ പറഞ്ഞു. അക്ഷയ് റോഡിന്റെ സൈഡിലേക്ക് വണ്ടി നിർത്തി. അപ്പം നിനക്ക് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വെറും ഒരു തമാശയാണോ? അത് വെച്ചാണോ ഇത്ര നേരം തമാശ കാണിച്ചത്? അക്ഷയ് അത് ചോദിച്ചപ്പോൾ ആരോഹി മറുപടിയില്ലാതെ ഇരുന്നു പോയി. നോക്കൂ സർ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്കിങ്ങനൊരു റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ലെന്ന്. എന്തുകൊണ്ട് ആരോഹി? ഞാൻ നിനക്ക് ചേർന്ന ഒരുവനല്ലെന്ന് നിനക്ക് തോന്നിയോ? നോക്കൂ സർ, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അക്ഷയ് ക്ഷമ നശിച്ചതുപോലെ ആരോഗ്യോട് ചോദിച്ചു. സർ, തൽക്കാലം എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്. അർജുനൻ്റെ ജീവിതത്തിൽ നിന്നും പോയതിനു ശേഷം ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തു വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് വേറൊരു റിലേഷൻഷിപ്പൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യം അവൾക്ക് പറയാനുള്ളത് സ്ട്രെയിറ്റായിട്ട് അക്ഷിതിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും മാറി മറിഞ്ഞു. അക്ഷയ് പിന്നീട് ആരോഗ്യോടൊന്നും പറയാതെ നേരെ വണ്ടി തിരിച്ചു. അവൾ ഇടം കണ്ടിട്ടൊന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി. തികച്ചും ശാന്തമായ മുഖഭാവം. ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതുപോലെ സ്പീഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എന്തോ അവൻ്റെ ആ ശാന്തതയിൽ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവരുടെ കാറ് നേരെ ചെന്ന് നിന്നത് ആരോഗ്യയുടെ വീട്ടിൻ്റെ മുമ്പിലാണ്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വസുതയും വാസുദേവനും മടങ്ങിയെത്തിയിരുന്നു. വീട്ടുമുറ്റത്ത് കാർ കൊണ്ട് നിർത്തിയതും ആരോഗ്യ അക്ഷിതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പക്ഷെ അവനവളെ ഒന്ന് നോക്കിയതുപോലുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി ഡോറടിച്ചു. അവൾ അകത്തേക്ക് കയറി വരുന്ന വഴിയാണ് വീണ്ടും ഡോറടയുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടു പിന്നിൽ അക്ഷി. ആരോഹി നെറ്റി ചുളിച്ച് അവനെ നോക്കി. ഞാൻ ക്ഷമിച്ചില്ലല്ലോ, അവൾ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, മാറി നിൽക്ക്. അതും പറഞ്ഞുകൊണ്ട് ആരോഹി സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അക്ഷിത് അകത്തേക്ക് കയറി. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു വന്ന് ചെറുമയക്കത്തിലായിരുന്നു വസുതയും വാസുദേവനും. ആ സമയം മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ അക്ഷിതിനെയും അവനിപ്പോൾ ആരോഗ്യം കണ്ടതോടെ വസുതയുടെ കണ്ണുകളിൽ ഒരു ചിരി മിന്നി മാഞ്ഞു. അവർക്കറിയാം ഇരുവർക്കും ഇടയിൽ എന്തോ ഒന്നുണ്ടെന്ന്. അക്ഷിത് അവരുടെ മുഖത്തേക്ക് നോക്കി. ഇരിക്കുമോനെ, വാസുദേവൻ പറഞ്ഞതും അക്ഷിത് അവർക്ക് അഭിമുഖമായി സോഫയിലേക്ക് ഇരുന്നു. ആരോഹിയുടെ നെഞ്ച് ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി. വൺ സൈഡായി അഴിഞ്ഞുകിടന്നു സാരി അവൾ അലസമായി തോളിലൂടെ ഇട്ട് ഫ്രണ്ടിലേക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അക്ഷിതിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. ഈ നിൽക്കുന്ന ആരോഹിയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. ഞാനത് ആരോഹിയോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് അക്ഷിത് അങ്ങനെ പറഞ്ഞത് ആരോഗ്യ ഒരു ഞെട്ടലോടെ അമ്മയുടെ അച്ഛൻ്റെ മുഖത്തേക്ക്
നോക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. ശേഷം അവളുടെ നോട്ടം വീണ്ടും അക്ഷിതിലേക്ക് നീണ്ടു. കണ്ണ് കൂർപ്പിച്ച് തന്നെ നോക്കുന്നവളെ മൈൻഡ് പോലും ചെയ്തില്ല അക്ഷിത്. ഇക്കാര്യത്തിൽ ആരോഗ്യയുടെ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, വാസുദേവൻ പറഞ്ഞു. പിന്നെ അവൾക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ അവൾ. അതൊക്കെ എനിക്കും അറിയാം. ഞാൻ ആരോഗ്യയോട് സംസാരിച്ചപ്പോൾ ആൾക്കിപ്പോൾ ഇങ്ങനെയൊരു പ്രൊപ്പോസലിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. സോ ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും ആരോഗ്യ ഒരു മാരേജിന് പ്രിപ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ മുഖം മറക്കരുത്. അതും പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ആരോഗ്യയെ ഒരു നോട്ടം കൊണ്ട് പോലും ഗൗനിക്കാതെ അക്ഷിത് നേരെ കാറിലേക്ക് കയറി. അവൻ പോയതിനു പിന്നാലെ ആരോഗ്യ അമ്മയും അച്ഛനെയും എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ കണ്ണുകൾ ഇറുക്കിയടിച്ച് ഒരേ നിൽപ്പ് നിന്നു. അവൾക്ക് തൊട്ടുപിന്നിൽ ചിരിയോടെ വാസുദേവനും വസതിയും തുടരും.